അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഅബ പുതുക്കി പണിയാനുള്ള ഒരു ആലോചന ഖുറൈശികൾക്കിടയിൽ വരുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരിക്കൽ കഅബയുടെ അടുത്ത് താമസിച്ചിരുന്ന നമ്മൾ ഇന്നത്തെ കഅബയല്ല ഒരിക്കലും ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അന്ന് ആ മത്താഫിന്റെ ഇടയിലൊക്കെ ആളുകൾ താമസിച്ചിരുന്നു, അവിടെ വീടുകളുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഅബ അത്ര ഒന്നും ഉയരമില്ലാത്ത ഇന്ന് വലിയൊരു ബിൽഡിംഗ് ആണ്. അള്ളാഹു നമുക്ക് കാണാനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് വളരെ ഒട്ടകത്തിന്റെ അത്രയും ഉയരമേ അന്ന് കഅബക്കുള്ളായിരുന്നു. മാത്രമല്ല കഅബക്ക് മേൽക്കൂരകളില്ലായിരുന്നു, തറയോട് ചേർന്നിട്ടുള്ള ഒരു വാതിലായിരുന്നു കഅബക്ക് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് നമുക്ക് ആദ്യകാലത്ത് അന്ന് ഉണ്ടായിരുന്ന കഅബയുടെ സ്ഥിതി. ഒരിക്കൽ കഅബയുടെ അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ കുന്തിരിക്കം പുകച്ചപ്പോയോ അല്ലെങ്കിൽ അവർ പാചകം ചെയ്യുമ്പോഴൊക്കെ ഒരു തീപ്പൊരി കഅബയിലേക്ക് എത്തുകയും കഅബയുടെ ഒരു ഭാഗം പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. മാത്രമല്ല കഅബക്ക് അന്ന് മേൽക്കൂരകളില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരിക്കൽ കള്ളന്മാർ അതിൻ്റെ മുകളിലൂടെ എടുത്തു കയറിയിട്ട് ആ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പിന്നീട് ഉണ്ടാകുന്നത് അവിടെ മക്കയിലെ വെള്ളപ്പൊക്കമാണ്. മക്ക അവരെ സംബന്ധിച്ചിടത്തോളം ഒരു താഴ്വര പ്രദേശമാണ്. മഴ പെയ്ത് വെള്ളം നിറഞ്ഞാൽ എല്ലാ മലകളിലെയും വെള്ളം വന്നിട്ട് നിറയുന്ന ഒരു സ്ഥലമാണ് മക്ക എന്നുള്ളത്. ഒരു താഴ്വര പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അത് കഅബയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാൻ കാരണമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഇവർ കഅബ പുതുക്കി പണിയാനുള്ള തീരുമാനമെടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1994 പോലും ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം കഅബയിൽ സംഭവിക്കുന്നുണ്ട്. അതുപോലെ അന്ന് അക്കാലത്ത് കഅബയിൽ ആളുകൾ ഇങ്ങനെ നീന്തിയിട്ടൊക്കെ തവാഫ് ചെയ്തിരുന്ന ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ സഹാബത്തിന്റെ ഇടയിലും ഇതുപോലെ നീന്തിയിട്ട് തവാഫ് ചെയ്ത ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ വെള്ളപ്പൊക്കത്തിന്റെ വേളയിലാണ്. ഇങ്ങനെ ഈ വെള്ളപ്പൊക്കവും തീ കത്തിയിട്ട് കഅബയുടെ ഒരു ഭാഗം നശിക്കലും, കഅബക്ക് മേൽക്കൂരകളില്ല, ഉയരമില്ല, ചമചതൊരു ആകൃതിയിലായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടായിരുന്നു ഖുറൈശികൾ തീരുമാനിക്കുന്നത് കഅബ പുതുക്കി പണിയണം എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പുതുക്കി പണിയണം എന്നൊരു തീരുമാനം എടുക്കുക മാത്രമല്ലാതെ ഇവർക്ക് കാര്യമായിട്ട് ഇതിന് പണിയാനുള്ള വസ്തുക്കളൊന്നും ഇവരുടെ കയ്യിലില്ല. മരുഭൂമിയാണ്, ഇത് പണിയാനുള്ള മരങ്ങളില്ല, കല്ലുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്. അത് അക്കാലത്ത് റോം ഭരിച്ചിരുന്ന ക്രിസ്ത്യൻ രാജാവായിരുന്ന സീസർ യമനിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയം പണിയാൻ വേണ്ടിയിട്ട് ഈ റോമിൽ നിന്ന് ഒരു കപ്പൽ നിറയെ ഒരുപാട് മാർബിളുകൾ, വിലപിടിപ്പുള്ള മാർബിളുകൾ, വലിയ വലിയ കല്ലുകൾ, ഒരുപാട് മരത്തടികൾ, ഇതൊക്കെ കൊണ്ട് ഒരു കപ്പൽ റോമിൽ നിന്ന് യമനിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ഈ ഒരു ദേവാലയം പണിയാൻ വേണ്ടിയിട്ട്. ഇവര് കടലിലൂടെ ഇങ്ങനെ ദിവസങ്ങളോളം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ആ കപ്പൽ ഒരു കാറ്റിൽപ്പെടുകയാണ്. ദിവസങ്ങളായിട്ട് കാറ്റ് ശമിക്കുന്നില്ല. കപ്പൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ തകർന്ന് ഇനി ജീവിക്കാൻ അവർക്ക് അവസരമില്ല എന്ന് പോലും അവർ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അത്ഭുതകരമായിട്ട് ആ കപ്പൽ ജിദ്ദ തുറമുഖത്തേക്ക് അടിയുന്നത്. അങ്ങനെ ആ ജിദ്ദ തുറമുഖത്തേക്ക് അവരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടാണ് ആ കപ്പൽ എത്തുന്നതും. അങ്ങനെ അവർ വളരെ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ജീവൻ തിരിച്ചു കിട്ടി, സാധനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് എന്ത് ചെയ്തു, ജിദ്ദ തുറമുഖത്തേക്ക് എത്തി. കപ്പൽ പൂർണ്ണമായിട്ട് നശിക്കുകയും ചെയ്തു. ഇനി ആ സാധനങ്ങളെ ഒരിക്കലും റോമിലേക്കോ അല്ലെങ്കിൽ യമനിലേക്ക് എത്തിക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം അവിടെ കപ്പലുകളൊന്നുമില്ല. അതുകൊണ്ട് അവർ കാര്യം തീരുമാനിച്ചു, ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ലേലം ചെയ്ത് വിൽക്കാം എന്നുള്ളത് തീരുമാനിക്കുകയാണ് ജിദ്ദ മാർക്കറ്റിൽ. അത് ഈ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമായി. ഈ കഅബയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം മരം എന്നുള്ള വസ്തുവൊക്കെ അവർക്ക് അന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒരു മരം ആ പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, മരുഭൂമിയാണല്ലോ, അവർക്ക് മരങ്ങളൊന്നുമില്ല. ആ സമയത്താണ് ഇങ്ങനെ ഒരുപാട് നല്ല നല്ല തടികളും നല്ല മാർബിളുകളും നല്ല നല്ല കല്ലുകളും ഒക്കെ അവർക്ക് വളരെ അനുഗ്രഹമായിട്ട് ആ ജിദ്ദ തുറമുഖത്തേക്ക് തന്നെ അവർക്കന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വസ്തുക്കൾ അവരെ തേടി ഇങ്ങോട്ട് വരുന്നത്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ ആ കപ്പലിലെ ആളുകൾ ആ മുഴുവൻ സാധനങ്ങളും ലേലത്തിൽ വെക്കുകയാണ്. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ലേലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മക്കയിലുടനീളം പിരിവുകൾ നടത്തുന്നുണ്ട് ആളുകൾ. അവർ മീറ്റിംഗ് കൂടുന്നു, മക്കയിലുടനീളം അവർ പിരിവ് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും മുൻപിലുണ്ടായിരുന്നത് നമ്മുടെ അബുൽ ഹക്കം എന്നറിയപ്പെടുന്ന അബൂജഹലായിരുന്നു ആ പിരിവിന് ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. അക്കാലത്ത് മക്കയിലെ പ്രമുഖരായ ആളുകളിൽപ്പെട്ട ഒരാളായിരുന്നു അബുൽ ഹക്കം അഥവാ അബൂജഹൽ. അവര് ഓരോ വീടുകളിലും ചെന്ന് കയറി പറയുന്നത് വളരെ മനോഹരമായ വാക്യങ്ങൾ. അഥവാ നമ്മൾ വിശുദ്ധ ഗേഹത്തിന്റെ പണിയാണ് നടത്തുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ നല്ലതല്ലാത്ത ഒരു രൂപ പോലും നിങ്ങൾ ഈ പിരിവിലേക്ക് തരരുത്.
നിങ്ങൾക്കിവിടെ കള്ള് കച്ചവടം ഉണ്ടാവാം, വ്യഭിചാരശാലകൾ ഉണ്ടാവാം, ചൂതാട്ടം ഉണ്ടാവാം. ഇങ്ങനെ ദുഷിച്ച മാർഗത്തിലൂടെ നിങ്ങൾ നേടിയ, പലിശയിലൂടെ ഒക്കെ നേടിയ ഒരു രൂപ പോലും നിങ്ങൾ ഈ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് നൽകരുത്. നിങ്ങൾ ഹലാലായിട്ട് സമ്പാദിച്ച കച്ചവടം മൂലം, നിങ്ങളുടെ ജോലികൾ മൂലം സമ്പാദിച്ച പൈസ മാത്രമേ നിങ്ങൾ ഇതിന് നൽകാവൂ എന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ സംശുദ്ധമായ സമ്പാദ്യങ്ങൾ മാത്രമാണ് ഇവർ ഈ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്, കഅബയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂട്ടുന്നത്. നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നുള്ളത് കൂടെ ആ ജാഹിലിയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഒരുപാട് പിരിവുകൾ നടക്കുന്നു, പൈസ എല്ലാം ഒരുമിച്ച് കൂട്ടി. അങ്ങനെ അവിടെ ലേലത്തിൽ വെച്ച എല്ലാ സാധനങ്ങളും, ഇവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവർ ലേലത്തിൽ തന്നെ വിലക്കെടുക്കുകയാണ്. ഖുറൈശികൾക്ക് അവർ വളരെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. അത് മാത്രമല്ല, ബാക്കൂം എന്ന ഒരു ആശാരിയെ കൂടെ ഇവര് ശമ്പളമൊക്കെ കൊടുത്തിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിർത്തുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ കിട്ടുക എന്നല്ലാതെ ഇത് പണിയെടുക്കാൻ അത് അറിയുന്ന ആശാരിമാർ വേണ്ടേ? അക്കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം റോമിലെ കൊട്ടാരത്തിലെ സീസറിന്റെ ആശാരി ആയിരുന്ന പ്രമുഖനായ ബാക്കുമാണ് ഈ ദേവാലയം പണിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവരാണ് ഇങ്ങനെ കാറ്റപ്പെട്ട് ജിദ്ദ തുറമുഖത്തേക്ക് വന്ന് അടിയുന്നതും ഈ സാധനങ്ങളും ആ ആശാരിയൊക്കെ ഇവർക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് കഅബയുടെ പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കാനിരിക്കുന്നു. ഈ സമയത്ത് ഇവർക്ക് സാധനങ്ങളും കിട്ടി, ആശാരിയും കിട്ടി. വളരെ സന്തോഷമായിരുന്നു ആ നിമിഷങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ കാര്യം തീരുമാനിച്ചു, കഅബ പൂർണ്ണമായിട്ടും പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു മനോഹരമായിട്ട് പിന്നീട് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പണിയാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ പൊളിക്കുന്നതിനൊരു തടസ്സമായിക്കൊണ്ട് ദിവസവും രാവിലെ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു പാമ്പ് വന്ന് നിൽക്കും. അത് ആ കഅബയുടെ അടുത്തേക്ക് വരുന്ന ആളുകളെയൊക്കെ ചീറ്റിയിട്ട് എല്ലാവരെയും പേടിപ്പിക്കുകയായിരുന്നു. അവർക്ക് മുന്നിൽ അന്നൊരു സാഹചര്യം ഉണ്ട്. അഥവാ കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിനെ അള്ളാഹു പക്ഷികളെ വിട്ടിട്ട് കൂട്ടമായിട്ട് ആക്രമിച്ച് മരിപ്പിച്ച് കളഞ്ഞ സാഹചര്യം അവിടെ ഉണ്ട്. ആ സമയത്താണ് ഇവർക്ക് പേടിയായി. ഇവർക്ക് വളരെ സൂക്ഷ്മമായിട്ട് അവർ കഅബ എത്രത്തോളം ബഹുമാനിച്ചു എന്നിരുന്നതാണ്. അങ്ങനെ ഈ ഒരു പാമ്പ് ദിവസവും ഇവിടെ വരാൻ തുടങ്ങി. അവർ ദിവസങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പാമ്പ് ഇങ്ങനെ രാവിലെ കിടക്കുമ്പോൾ ഒരു പരുന്ത് വന്നുകൊണ്ട് ഈ പാമ്പിനെ കൊത്തി ഒരു മലയിലേക്ക് പറന്നു വന്ന് കാഴ്ച അവർ കാണുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൈവീകമായ തീരുമാനമായിട്ട് അവർ കാണുന്നു. അത് കഅബയ്ക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയൊരു തീരുമാനമായിട്ട് അവരത് കാണുകയാണ്. മാത്രമല്ല, ഓരോ ഗോത്രക്കാർക്കും ഓരോ ഡ്യൂട്ടികൾ അവർ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഭാഗം പൊളിക്കാൻ നിങ്ങളാണ്, ഈ ഭാഗം പൊളിക്കാൻ നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി നൽകി. പക്ഷേ പൊളിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അബ്രഹത്തിന്റെ പാട അവർക്ക് അവിടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യമായിട്ട് അതിന് മുന്നിട്ട് വരുന്നത് അബൂ വഹബ എന്ന ഒരാളാണ്. അവര് പ്രവാചകന്റെ ബന്ധുവായിട്ടുള്ള ഖുറൈശികളിൽപ്പെട്ട ആളാണ്. അവര് ഒരു കല്ലെടുത്ത് മാറ്റി അവിടുന്ന് പൊക്കിയപ്പോഴേക്കും ആ കല്ല് വീണ് അത് യഥാസ്ഥാനത്തേക്ക് തന്നെ പതിഞ്ഞതോടുകൂടെ ഇവർ വീണ്ടും ഭയപ്പെട്ടു. ഇത് അള്ളാഹുവിൽ നിന്നുള്ള വല്ല തീരുമാനങ്ങളുമാണോ? അങ്ങനെ ആരും അതിനോട് അടുക്കാതെയായി. അങ്ങനെ ഇരിക്കുകയാണ് മക്കയിൽ നിന്ന് ഏറ്റവും ധീരനായ ഒരു മനുഷ്യനെക്കാലത്ത് ഉണ്ടായിരുന്നത് വലീദാണ്. വലീദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാൻ സാധിക്കും, അഥവാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ പിതാവാണ്. ഖാലിദ് ബിൻ വലീദിന്റെ ധീരമായ ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് വലീദ്. ആ വലീദാണ് ഇതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് മുന്നിട്ടിറങ്ങുന്നത്. ആളുകളൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പേടിയോടുകൂടെയും ആകാംക്ഷയോട് കൂട്ടിയിട്ട് നോക്കിയിരിക്കണം, എന്താണ് ഇനി വലീദിന് സംഭവിക്കുക എന്നുള്ളത്. വലീദ് ആ കഅബയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവേ, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പുതുക്കി മനോഹരമായിട്ട് പണിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നൊരു പുറക്കെയുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് വലീദ് ആ കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത്. ആളുകളൊക്കെ ആരും അടുക്കുന്നില്ല, വലീദിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്ന് മുഴുവനും വലീദ് പണിയെടുത്തു എന്നുള്ളതാണ്. കഅബ പൊളിക്കാനുള്ള അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്ന ഭാഗം മുഴുവൻ അദ്ദേഹം പൊളിക്കാൻ തുടങ്ങി. ആളുകൾ അന്നൊന്നും അവിടേക്ക് പോയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വലീദിനെ ഒരു പരീക്ഷണ വസ്തുവായി കണ്ടു എന്നുള്ളതാണ്. ഇന്ന് വലീദ് പണിയൊക്കെ എടുത്ത് അദ്ദേഹം നാളെയും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ പണിയിൽ കൂടാം, അല്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാം എന്ന തീരുമാനത്തിലായിരുന്നു അവർ. വലീദിനെ സംബന്ധിച്ചിടത്തോളം അന്ന് മുഴുവൻ അദ്ദേഹം പണിയെടുത്തു. അടുത്ത ദിവസം രാവിലെ അവരൊക്കെ എത്തുന്നതിന് മുമ്പ് വീണ്ടും വന്നിട്ട് ഇവിടെ പണി തുടങ്ങി. അതോടുകൂടെ ആളുകൾക്കൊക്കെ വിശ്വാസം വന്നു. എല്ലാവരും വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ ഏകദേശം എല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഇനി അടിത്തറ മാത്രമാണ് ബാക്കിയുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പച്ച കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് എന്നുള്ളതാണ്. പല്ലുകൾ പോലെ മനോഹരമായിട്ട് അടുക്കി വെച്ച ഒരു കെട്ടായിരുന്നു അതിൻ്റെ അടിത്തറ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതും പൊളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്.
അതിൽ അവർ പൊളിക്കാൻ വേണ്ടി തുടങ്ങിയതോടുകൂടെ അതിൽ ഒരു വികാസിൻ്റെ ഒരു കൊത്ത് വീണതോടുകൂടെ മക്ക മുഴുവനും പ്രകമ്പനം കൊണ്ടു എന്നുള്ളതാണ്. മാത്രമല്ല വലിയൊരു ഇടിമിന്നലും പ്രത്യക്ഷപ്പെട്ടു. കാരണം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ മലക്കുകൾ വഴി സ്ഥാപിക്കപ്പെട്ട കഅബയുടെ അടിത്തറയാണ്. പച്ചക്കല്ലുകൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് പല്ലുകൾ പോലെ അടുക്കി വെച്ചു എന്നുള്ളതാണ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം മനോഹരമായി അടുക്കി വെച്ച ഒരു ബേസ്മെന്റ് ആയിരുന്നത്. അത് പൊളിക്കരുത് എന്നൊരു ദൈവിക സന്ദേശമായിരുന്നു മക്ക ഇങ്ങനെ കിടുകിടാ വിറച്ചതും അതുപോലെ ഈ ഒരു മിന്നലൊക്കെ. അതുകൊണ്ട് തന്നെ അവരവിടെ പണി നിർത്തിയിട്ട് ആ തറക്ക് മുകളിൽ പിന്നീട് കഅബയുടെ പണി ആരംഭിക്കുകയാണ്. അങ്ങനെ ഇവര് കഅബയുടെ പണികളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എന്ത് ചെയ്യാണ്, നിർവഹിക്കുകയാണ്. അങ്ങനെ ഹജറുൽ അസ്വദ് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് പൊക്കി വെക്കുന്നിടത്ത് എത്തിയപ്പോഴാണ് വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നത്. അഥവാ ഹജറുൽ അസ്വദ് അത്രത്തോളം പരിശുദ്ധമായ ഒരു വസ്തുവാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഈ കഅബയുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പണികളും കഴിഞ്ഞു, ഒരു കല്ല് മാത്രം വെക്കാൻ ബാക്കിയുണ്ട് ഒരു സ്ഥലത്ത്. ആ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകനെ ഒരു കല്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഒരുപാട് പരതിയിട്ട് ഒരു കല്ലൊന്നും കിട്ടാനില്ല. ആ സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്നുകൊണ്ട് ഒരു തൂവെള്ള നിറത്തിലുള്ള കല്ല് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് നൽകുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആ കല്ലെടുത്ത് കൊണ്ടുവന്ന് പിതാവിന് കാണിച്ചു കൊടുക്കുന്നു. ഇത് ജിബ്രീൽ അലൈഹി സ്വലാം ആകാശ ലോകത്ത് നിന്ന് ഇറക്കി തന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ കല്ല് വളരെ വെളുത്ത നിറത്തിലുള്ള കല്ലായിരുന്നു എന്നുള്ളതാണ്. ആ കല്ല് കഅബയിൽ സ്ഥാപിക്കുന്നു. പിന്നീട് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത് മനുഷ്യന്റെ തെറ്റുകൾ മൂലമാണ് ആ സ്വർഗത്തിൽ നിന്നുള്ള കല്ല് പിന്നീട് കറുത്തുപോയതെന്ന് പ്രവാചകൻ ഹദീസിലൂടെ പറയുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ല് ആ ചുംബിക്കുമായിരുന്നു. അത് അനുധാവനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വേളയിലും ആ ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന കർമ്മങ്ങളിലൊക്കെ വളരെ പുണ്യകർമ്മമായിട്ട് നമ്മൾ ഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത്രയും പവിത്രമുള്ള കല്ലാണിത്. അത് അതിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തി വെക്കുന്നത് തങ്ങളുടെ ഗോത്രമാവണം, അതിൻ്റെ മുന്നിൽ തങ്ങളുടെ ഗോത്രം ഉണ്ടാവണം എന്നൊരു വാശി എല്ലാ ഗോത്രക്കാർക്കും ഉണ്ടായിരുന്നു. അതവിടെ വലിയൊരു പ്രശ്നത്തിലേക്ക് ആണ് തുടക്കം കുറിക്കുന്നത്. കാരണം കുടുംബ മഹിമക്കും ഗോത്ര മഹിമക്കൊക്കെ അത്രയും പ്രാധാന്യം നൽകുന്ന അതിൻ്റെ പേരിൽ ഒരാളുടെ ഒട്ടകം മറ്റാളുടെ കുടുംബത്തിലേക്ക് കയറിയതിൻ്റെ പേരിൽ 40 വർഷത്തോളം യുദ്ധം നടക്കുന്ന സാഹചര്യമാണ് അവിടെ. അങ്ങനെയാണ് ഇത്രത്തോളം കഅബയുടെ ഈ പരിശുദ്ധമായ ഈ ഒരു കല്ല് യഥാസ്ഥാനത്തേക്ക് പൊക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഓരോ ഗോത്രക്കാർ യുദ്ധത്തിനുള്ള പടക്കോപ്പുകൾ കൂടെ തയ്യാറാക്കി തുടങ്ങി. കാരണം രക്തത്തിൻ്റെ പാത്രം അവിടെ കൊണ്ടുവന്നിട്ട് അതിൽ കൈ മുക്കിയിട്ട് ഒക്കെ അവർ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്കാണ് ഈ അവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 5 ദിവസത്തോളം കഅബയുടെ പണി മുടങ്ങി. ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പലരും യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളികൾ കൂട്ടുന്നു. അങ്ങനെ അവരൊരു മീറ്റിംഗ് കൂടെ തീരുമാനിച്ചു. മീറ്റിങ്ങിൽ അവർക്ക് വളരെ സ്വീകാര്യനായ വളരെ വൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു തീരുമാനം മുന്നോട്ട് വെക്കുന്നു. ഖുറൈശികളെ, നിങ്ങളൊരു വളരെ പരിശുദ്ധമായ ഒരു കർമ്മത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ രക്തം ചിന്തരുത്, അത് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകരുത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ മസ്ജിദ് ഒന്ന് സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കഅബക്ക് സമീപമുള്ള പ്രദേശം അവരൊരു ആരാധന സ്ഥലമായിരുന്നില്ല, അവർക്ക് ആരാധിക്കപ്പെടുന്ന സ്ഥലം. അത് ആ സ്ഥലത്തിനാണ് അവർ മസ്ജിദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആരാണ് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്, അയാൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയട്ടെ, നമുക്കത് സ്വീകരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. അവരെല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗോത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദപരമായ നിമിഷമായിരുന്നു. തങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും വരട്ടെ എന്നതായിരുന്നു അവരിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് നടന്നു വരുന്നത് ഇവർ കാണുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതോടുകൂടെ എല്ലാവർക്കും സന്തോഷമായി. അൽ അമീൻ ഇതാ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. പ്രവാചകന് സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. ആളുകളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അവർക്കറിയാമായിരുന്നു പ്രവാചകൻ ഉചിതമായ വളരെ നീതിപൂർണമായ ഒരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ സന്തുഷ്ടരായിരുന്നു. പ്രവാചകൻ പറയുന്നു, ഈ പ്രശ്നത്തിൽ ഞാനൊരു പരിഹാരം പറയാം, നിങ്ങൾ ഒരു തുണി കൊണ്ടുവരൂ. അങ്ങനെ ഇവർ പോയിട്ട് ഒരു വലിയ തുണി കൊണ്ടുവരുന്നു, അത് തറയിൽ വിരിക്കുന്നു. എന്നിട്ട് ഹജറുൽ അസ്വദ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തിട്ട് ആ തുണിയിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഓരോ ഗോത്ര നേതാവിനെ കൊണ്ടും ഓരോ ഭാഗം ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. ഓരോരുത്തരും ഇങ്ങനെ പിടിച്ചിട്ട് ആ തുണി ഉയർത്തുന്നു. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിൻ്റെ യഥാസ്ഥാനത്ത് എത്തിയപ്പോൾ ആ ഹജറുൽ അസ്വദ് എടുത്തിട്ട് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു. എല്ലാ ഗോത്രങ്ങളും പങ്കുചേർന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖ്യമായ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു.
അവരെ സംബന്ധിച്ചിടത്തോളം ആളുകളും അതിൽ സന്തുഷ്ടരായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ വലിയൊരു മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തിലൂടെ ഹജറുൽ അസ്വദ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകനെ നിയോഗിക്കുന്ന, അള്ളാഹു അതിന് നിയമിക്കുന്ന മനോഹരമായ ഒരു സംഭവം കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ 35-ാമത്തെ വയസ്സിൽ സംഭവിക്കുകയാണ്. യുദ്ധത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു പ്രശ്നമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മനോഹരമായിട്ട് പരിഹരിച്ച് ഇവിടേക്ക് എത്തിച്ചത്. കഅബയുടെ നിർമ്മാണ പ്രവർത്തികളിലൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തിരുന്നു. അത് നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊരു സംഭവത്തോടെയാണ്. അഥവാ ഇത് പണിയാനുള്ള കല്ലുകളൊക്കെ ആളുകൾ മലയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നഗ്നത എന്നുള്ളതൊന്നും വലിയൊരു കാര്യമായിട്ട് അവർ കണ്ടിരുന്നില്ല. അവർ എടുത്തിരുന്ന തുണി എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ല് വെക്കുക, അത് അല്ലെങ്കിൽ തോളത്ത് വെക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അവർ നഗ്നരായിട്ടൊക്കെ ആയിരുന്നു. അവർക്ക് അത് വളരെ സ്വാഭാവികമായ ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് അവർ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിരുന്നത് മലയിൽ നിന്നൊക്കെ. ഇങ്ങനെ പ്രവാചകനും ഒരിക്കൽ ഇങ്ങനെ പോയി, പ്രവാചകൻ തൻ്റെ തുണി ഊരാതെ തന്നെ തലയിൽ അല്ലെങ്കിൽ തോളിലൊക്കെ കല്ല് വെച്ച് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ബന്ധുവായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്? ആ തുണി ഊരിയിട്ട് തോളത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ല് വെച്ച് കൊണ്ടുപോകും വരെ തോളിലൊക്കെ മുറിയാവണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നിർബന്ധം മൂലം ആ തുണി ഊരാൻ നിന്നതും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധം കിട്ടുകയാണ്. പ്രവാചകനെ അള്ളാഹു സംരക്ഷിക്കുന്ന മറ്റൊരു മനോഹരമായ രംഗം. നേരത്തെ നമ്മൾ ആടിനെ നോക്കിയിരുന്ന സമയത്ത് ഖുറൈശികളുടെ ഉത്സവത്തിലേക്ക് പ്രവാചകൻ പോകുന്നതും അതിന് ഉറങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പ്രവാചകനെ വളരെ സംശുദ്ധമായിട്ട് അലീമ ബിയുടെ വീട്ടിൽ നിന്ന് പ്രവാചകന്റെ ഹൃദയത്തെ ജിബ്രീൽ അലൈഹിസ്സലാം സംസം വെള്ളം കൊണ്ട് കഴുകി പരിശുദ്ധമാക്കി വെക്കുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വേളയിൽ പ്രവാചകനെ വളരെ സംശുദ്ധമായിട്ടൊന്ന് സംരക്ഷിക്കുകയാണ്. കാരണം നഗ്നത എന്നുള്ളത് പിന്നീട് ഇസ്ലാമിലേക്ക് വരുമ്പോൾ വളരെ നിഷിദ്ധമായിട്ട് ഇസ്ലാം കാണുന്നു. പ്രവാചകന് ആ രംഗത്തോടെ ബോധ്യപ്പെടുന്നു മോശപ്പെട്ട പ്രവണതയാണിത്. അതുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ചെയ്തിട്ടുമില്ല. കാരണം ആ ഒരു സംഭവത്തോടു കൂടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇങ്ങനത്തെ ഒരു മനോഹരമായ സംഭവം. അങ്ങനെ എല്ലാവരും പണിയെടുത്തിട്ട് ഇങ്ങനെ കഅബയുടെ എല്ലാ പണികളും മനോഹരമായിട്ട് പൂർത്തീകരിച്ചു. കഅബയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പണികളും പൂർത്തിയായി. പക്ഷേ ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ പരിശുദ്ധമായ ഗേഹം ഒരുപാട് ബിംബങ്ങളാൽ സമൃദ്ധമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 360ഓളം വിഗ്രഹങ്ങൾ. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതാണ്, അവർക്ക് വിഗ്രഹങ്ങൾ എന്നുള്ളത് ഒരു നല്ല കല്ല് അവരെ റോഡിൽ കണ്ടാൽ അവരത് വീട്ടിലെടുത്തു നിന്ന് അത് ആരാധിക്കും. പിന്നീട് എപ്പോഴെങ്കിലും അതിന് മനോഹരമായ ഒരു കല്ലുണ്ടാൽ ഇതുവരെ ആരാധിച്ചിരുന്ന ഇതെടുത്തിട്ട് അവരത് ഒഴിവാക്കിയിട്ട് വേറെ കല്ലെടുത്ത് വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ആരാധന കർമ്മങ്ങൾ. യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ജാഹ്ലിയ്യ കാലഘട്ടത്തിൽ അറേബ്യയുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സീരീസ് തുടങ്ങിയ സംഭവത്തിൽ നമ്മളത് പറഞ്ഞിരുന്നു. അവർ യാത്രയിലൊക്കെ പോകുമ്പോൾ വിഗ്രഹങ്ങളില്ലായിരുന്നാൽ അവർ കുറച്ച് മണ്ണ് കൂട്ടി വെച്ചിട്ട് അതിലേക്ക് ഒട്ടകത്തിൻ്റെയോ ആടിൻ്റെയൊക്കെ പാല് കറന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ രൂപം ഉണ്ടാക്കി അതിനെ ആരാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കലും അവരിങ്ങനെ പോകുമ്പോൾ വിഗ്രഹങ്ങളൊന്നുമില്ല, ഈത്തപ്പഴം കൊണ്ട് ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് ഈത്തപ്പഴം എടുത്തിട്ട് അവർ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ അവർ ആ വിഗ്രഹം തന്നെ എടുത്ത് കഴിക്കാനും തുടങ്ങി. അങ്ങനെ ഒരു കുത്തൊഴിഞ്ഞ ആരാധന കർമ്മങ്ങളായിരുന്നു അവർക്കൊന്നും ഉണ്ടായിരുന്നത്. അതേസമയം അവർ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നെയ്യും പാലും ഒക്കെ ഇങ്ങനെ സമർപ്പിക്കുമായിരുന്നു. ആളുകൾ അതെടുക്കില്ലെങ്കിൽ കൂടെ അതിലൂടെ നടന്നു പോകുന്ന നായ്ക്കളൊക്കെ അത് കുടിക്കുകയും വിഗ്രഹത്തിന് മുകളിലേക്ക് മൂത്രമൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബുദ്ധിപൂർണമായി ജീവിക്കുന്ന ആളുകൾക്ക് ഈ സംഭവങ്ങളൊക്കെ കണ്ടാൽ ബോധ്യപ്പെടും, ആന്തരികമായോ ബാഹ്യമായിട്ടോ ഈ കല്ലുകൾക്ക് ഒരു ശക്തിയും ഇല്ല എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നതായിരുന്നു. ആ സാഹചര്യത്തിലൊക്കെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജീവിത സാഹചര്യങ്ങളിലൊക്കെ മനം മടുത്തിട്ടാണ് പിന്നീട് ഏകാന്തവാസത്തിലേക്ക് പോകുന്നത്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ സംസാരിക്കാം. അവിടുത്തെ വഹീൻ്റെ ആരംഭങ്ങളും മറ്റു മനോഹരമായ ഒരുപാട് രംഗങ്ങൾ ഖദീജ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തോടെ പൊതിയുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഇങ്ങനെ കഅബയ്ക്ക് ചുറ്റും ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ വന്നു. മക്കയിലെ ആളുകൾ മുഴുവനും ആ വിഗ്രഹാരാധനയിൽ മുഴുകി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് ഈ പ്രവർത്തികൾക്ക് ശേഷം കഅബയ്ക്ക് വന്ന കാര്യമായ മാറ്റങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ വന്നു. കാരണം കഅബയുടെ ഉയരം 8 മീറ്റർ ആയിരുന്നു ആദ്യത്തിനുണ്ടായത്. നമ്മൾ പറഞ്ഞു ഒരു ഒട്ടകത്തിൻ്റെ അത്ര ഉയരം ഉണ്ടായിരുന്നുള്ളൂ. അത് 13 മീറ്റർ ആക്കിയിട്ട് വലിയ ഉയരത്തിൽ ആ കഅബ മാറ്റുന്നുണ്ട്. മാത്രമല്ല ഭൂമിയോട് അടുപ്പിച്ചിട്ടായിരുന്നു അതിൻ്റെ വാതിൽ. ആർക്ക് വേണമെങ്കിലും കഅബയിലേക്ക് കയറാമായിരുന്നു. അങ്ങനെ ഒരിക്കൽ കഅബ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ പ്രസവ വേദന എടുത്തിട്ട് അവിടെ കയറുകയും അങ്ങനെ കഅബയിൽ പ്രസവിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആർക്കും അതിൽ കയറാമായിരുന്നു. കള്ളന്മാരൊക്കെ വന്ന് മേൽക്കൂരയില്ലാത്തതുകൊണ്ട് തന്നെ മുകളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, കഅബയുടെ കുറച്ച് മുകളിലായിട്ട് ഇന്നുള്ളത് പോലെ തന്നെ അതിൻ്റെ വാതിൽ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട്
ആ ഗോത്രക്കാർ ഉദ്ദേശിച്ചിരുന്നത് അവരുടെ അല്ലെങ്കിൽ വളരെ സവിശേഷമായ ആളുകൾ മാത്രമേ ആ സവിശേഷ ഗേഹത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം കൂടുതലുണ്ടായിരുന്നു. കഅബ ഉയർത്തി അതിന്റെ വാതിൽ കുറച്ച് സെന്ററിലേക്ക് അല്ലെങ്കിൽ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് കുറച്ച് ഉയർത്തിയിട്ട് വാതിൽ പ്രതിഷ്ഠിച്ചു. അതൊക്കെയായിരുന്നു കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ. മാത്രമല്ല മേൽക്കൂര സ്ഥാപിച്ചു. അതുപോലെ തന്നെ വെള്ളം പോകാനുള്ള ഒരു പാത്തി, ഒരു ഓവുചാല് ആ മുകളിൽ മേൽക്കൂരയുടെ സമീപം നിർമ്മിച്ചു. ഇതൊക്കെയായിരുന്നു കാര്യമായ മാറ്റങ്ങൾ. മാത്രമല്ല അന്ന് ഹിജർ ഇസ്മായിലൊക്കെ എന്നറിയപ്പെടുന്ന കഅബയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അത് ഇവരിതിൽ ഉൾപ്പെടുത്തില്ല. കാരണം അവർക്ക് അതിന് സാമ്പത്തികമായ ശേഷി ഇല്ലായിരുന്നു അതുകൂടെ ഇതിലേക്ക് എടുക്കാൻ വേണ്ടി. കാരണം സത്യത്തിൽ ഈ ഹിജർ ഇസ്മായിൽ എന്ന ഭാഗമൊക്കെ കഅബയുടെ ഉള്ളിൽപ്പെട്ട ഒരു പ്രദേശമാണ്. നമ്മൾ ത്വവാഫ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നിന്ന് അത് കഅബ അതിന്റെ പുറത്തുകൂടെയാണ് ത്വവാഫ് ചെയ്യുക. കാരണം അത് കഅബയുടെ ഉള്ളിൽപ്പെട്ട ഒരു ഭാഗം. അതുകൂടെ അവർക്ക് പണിയാനുള്ള പൈസ അന്നക്കാലത്ത് അവരുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് അവർ ഹിജർ ഇസ്മായിൽ പുറത്ത് വെച്ചിട്ട് അതിന്റെ ചുറ്റും പണിയുന്നത്. പക്ഷെ അത് പിന്നീട് നമ്മുടെ ചരിത്രത്തിൽ അത് അവിടെ പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഹിജർ ഇസ്മായിൽ പുറത്താക്കിയിട്ടാണ് ഇവർ കഅബയുടെ പണി നടക്കുന്നത്. പിന്നീട് ഫത്ഹ് മക്കയുടെ വേളയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്ന ഈ കഅബയുടെ ഈ കാരണങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്ന കാരണങ്ങളൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഫത്ഹ് മക്കയുടെ വേളയിൽ പറയുന്ന ഹദീസിൽ പ്രവാചകൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അഥവാ എനിക്കിനി പണിയാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡോറ് ഭൂമിയിലേക്ക് തന്നെ ആക്കി മാറ്റും, എല്ലാവർക്കും അതിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇവർ കുടുംബ മഹിമ കൊണ്ടാണ് അതങ്ങനെ ഉയർത്തി വെക്കുന്നത്. ഇതിലേക്ക് തങ്ങളുടെ ഗോത്രക്കാരല്ലാതെ ആരും കയറരുതെന്ന് വാശിക്കാണ് അങ്ങനെ അവർ ചെയ്യുന്നത്. പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്ന് ഇങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിലാണല്ലോ അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഅബയിൽ ഇങ്ങനെ തൊട്ട് കളിക്കുന്നത് ഫത്ഹ് മക്കയുടെ വേളയിലൊക്കെ ഒരുപാട് മക്കയിലുള്ള പുതു ഇസ്ലാമികൾ അതിലുണ്ട്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഅബയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തി കഴിഞ്ഞാൽ അത് അവർക്ക് മാനസികമായ ഒരു പുതിയ ആയിട്ട് ഒരു മാറ്റത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് അവർക്ക് ചില അസ്വരസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പം അത് ചെയ്യാതിരുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുമായിരുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പണിത പോലെ ഭൂമിയിലേക്ക് താഴ്ത്തി അതിൻ്റെ വാതിലൊക്കെ ഞാൻ പ്രതിഷ്ഠിക്കുമായിരുന്നു എന്ന്. അതുപോലെ തന്നെ ഹിജർ ഇസ്മായിൽ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഅബ എത്രത്തോളം വിശാലമാക്കി പണിയെന്നൊക്കെ പ്രവാചകൻ ഹദീസിലൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് പിന്നീട് നമ്മൾ കാണുന്നത് ഉമവി ഭരണകാലത്ത് അഥവാ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം പിന്നീട് ഖലീഫന്മാരുടെ ഭരണം വരുന്നതിന് ശേഷം പിന്നീട് ഉമവി കാലഘട്ടം വരുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന ഒരു ഭരണാധികാരി അദ്ദേഹം ഇങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് കാണുകയും അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിത പോലെ കഅബയുടെ രൂപം മാറ്റുന്ന ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ വാതില് താഴേക്ക് ആക്കി മാറ്റുന്നു. പണമില്ലാത്തത് കൊണ്ട് അവരന്ന് സൃഷ്ടിക്കാതിരുന്ന ആ ഹിജർ ഇസ്മായിലിന്റെ ഭാഗമൊക്കെ കൂട്ടി പണിതിട്ടാണ് ഈ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന ഉമവി ഭരണാധികാരി കഅബയുടെ പുനർനിർമ്മാണം നടത്തുന്നുണ്ട്. പിന്നീട് വരുന്നത് അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്ത് മക്കയിലെ ഭരണാധികാരിയായിരുന്ന ഹജ്ജാജ് ബിൻ യൂസഫ് സഖഫിയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദേഹം വളരെ ക്രൂരമായിട്ട് ഓരോ ആളുകളെയും പീഡിപ്പിക്കുകയും പണ്ഡിതന്മാരൊക്കെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു ഹജ്ജാജ് ബിൻ യൂസഫ് സഖഫി. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ഈ അബ്ദുല്ലാഹി ബിൻ സുബൈർ മക്കയിലെ ഗവർണറായിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ഈ ഹജ്ജാജ് ക്രൂരമായിട്ട് വധിക്കുകയും അങ്ങനെ ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ പീരങ്കികൾ വന്നിട്ട് കഅബയുടെ ഒരു ഭാഗം നശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഹജ്ജാജ് ബിൻ യൂസഫ് സഖഫിയാണ് പിന്നീട് കഅബയുടെ പുനർനിർമ്മാണം നടത്തുന്നത്. ആ വേളയിൽ ഇദ്ദേഹം ഖുറൈശികൾ പണ്ട് പണിത അതേപോലെ തന്നെ ഈ കഅബയുടെ പ്രവർത്തനങ്ങൾ മാറ്റുന്നുണ്ട്. വാതിൽ ഉയർത്തുന്നു, ഹിജർ ഇസ്മായിൽ കുറച്ചിട്ട് അങ്ങനെയൊക്കെ പണിയുന്നുണ്ട് ഈ ഹജ്ജാജ് ബിൻ യൂസഫ് സഖഫി. പിന്നീട് വരുന്ന അബ്ബാസി ഖലീഫയായിരുന്ന മൻസൂർ ഈ കഅബ ഈ ഹജ്ജാജ് പണിത രൂപത്തിൽ നിന്ന് പിന്നീട് മാറ്റിയിട്ട് പ്രവാചകൻ ആഗ്രഹിച്ചതുപോലെ അത് പണിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം മാലിക് റളിയല്ലാഹു അൻഹു, അക്കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണുന്നത് പോലെ ഈ കഅബയുടെ പുനർനിർമ്മാണം നടത്തിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടി ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. അത് ഇങ്ങനെയായിരുന്നു, ഓരോ ഭരണാധികാരികൾ വരുമ്പോഴും അവരുടെ കളിപ്പാട്ടമാക്കി മാറ്റാൻ ഞാൻ കഅബയെ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫത്വ വളരെ വളരെ ഉചിതമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഓരോ ഭരണാധികാരികൾ ഇങ്ങനെ വരുമ്പോഴും ഓരോരുത്തർ അവർക്ക് ആവശ്യമുള്ള തരത്തിൽ ഇതിങ്ങനെ പണിയെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനം പരിശുദ്ധമായ കഅബാലയം അത് അവരുടെ ഒരു കളിപ്പാട്ട രൂപേണ ആയി മാറുമെന്നും അതിന് ഞാനിവിടെ ഈ ഒരു ഫത്വ നൽകുന്നില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയാണ്. ഇത് ഉള്ള പോലെ തന്നെ നിൽക്കട്ടെ എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അവിടെ ഫത്വ കൊടുക്കുന്നു. അതുകൊണ്ട് പിന്നീട് അതിൻ്റെ രൂപത്തിലൊന്നും കാര്യമായിട്ട് മാറ്റങ്ങളില്ല. പിന്നീട് അതിങ്ങനെ കാലക്രമേണ വന്ന മാറ്റങ്ങളേ ഉള്ളൂ. അതിൻ്റെ വാതിലിലോ അല്ലെങ്കിൽ ഹിജർ ഇസ്മായിൽ പണിതിട്ടോ അതിനുള്ള രൂപങ്ങളൊന്നും ഇപ്പോഴും നിലവിലില്ല. അതിന് പിന്നീട് അതിൻ്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മാത്രമേ പിന്നീട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ഫത്വ വന്നുകൊണ്ട് തന്നെ ഇസ്ലാമിക ഉമ്മത്തിന് വളരെ വലിയ
ഒരു സൗഭാഗ്യമായിരുന്നു എന്ന് നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഓരോ ഭരണാധികാരികൾ വരും, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരിങ്ങനെ മാറ്റി കളഞ്ഞ കഅബയുടെ രൂപം തന്നെ അപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പണിത ഭൂമിയിലുള്ള അവനെ ആരാധിക്കാൻ വേണ്ടി പെടുന്ന ആദ്യത്തെ ഭവനമാണ് കഅബ. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അവർ അത്രയും പരിശുദ്ധിയോടെ കൊണ്ട് നടന്നിരുന്നതാണ്. അത് ഇന്ന് നമുക്ക് പരിശുദ്ധിയോടെ നിൽക്കണമെന്നാണ് ആ സംഭവത്തിലൂടെ അവർ വ്യക്തമാക്കുന്നത്. ഈ കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യം നമ്മൾ എടുത്തുദ്ധരിക്കേണ്ടത് കപ്പലിൽ ഇവരേക്ക് എത്തുന്ന സാധനങ്ങൾ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പണിക്ക് നമ്മൾ നല്ല നിയ്യത്തോടു കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെല്ലാ വിധേനയും സഹായിക്കും എന്നുള്ളതാണ് സീസറിൻ്റെ കപ്പലിലൂടെയൊക്കെ എത്തുന്നതോടുകൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാലത്തുണ്ടായ സാധനങ്ങൾ, മരവും മരതകവും ഒക്കെ ഇവിടേക്ക് കപ്പൽ വഴി എത്തുകയാണ്. വളരെയധികം യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അനുഗ്രഹം അവർക്ക് ചെയ്യുന്ന ഒരു മനോഹരമായ സംഭവം നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് നല്ല നിയത്തോടുകൂടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും അല്ലാഹു നമ്മളെ മുൻപിൽ അതിനുവേണ്ടി സഹായിക്കാനുണ്ടാവും എന്നുള്ളൊരു സൂചനയൊക്കെ നമുക്ക് ഈ സംഭവത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ്. മാത്രമല്ല മറ്റൊരു മനോഹരമായ സംഭവം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പണിത കഅബക്ക് പിന്നീട് അതിൻ്റെ ഒരു പണി നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഹജറുൽ അസ്വദ് ഉയർത്തി വെക്കുന്നതിൽ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയമിക്കുന്ന മനോഹരമായ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ അവർ വിളിച്ചു പറയുന്നത് അൽ അമീൻ വന്നിരിക്കുന്നു, വിശ്വസ്തൻ വന്നിരിക്കുന്നു, അദ്ദേഹം എന്ത് പറഞ്ഞാലും നമുക്ക് സ്വീകാര്യമാണ് എന്നാണ് ഖുറൈശികൾ അവിടെ വിളിച്ചു പറയുന്നത്. അത്രത്തോളം മനോഹരമായ രംഗങ്ങളൊക്കെ നമ്മൾ ഈ രംഗത്തിലൂടെ, ഈ കഥയിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ശേഷം പിന്നീട് ഒരു ഉമ്മത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ആ കഅബയുടെ ഒരു പണി വരുമ്പോൾ അവിടെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? പ്രവാചകൻ തന്നെയാണ്. ആ മില്ലത്ത് ഇബ്രാഹിമാണ് പിന്നീട് നമ്മളും പിന്തുടരുന്നത്. അതുപോലെ ഒരുപാട് മനോഹരമായ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പാഠത്തിലൂടെ, അഥവാ ഒരു നല്ല മധ്യസ്ഥനെ, നീതിപൂർണമായി നിയമിക്കുന്ന ഒരു മധ്യസ്ഥനെ നമുക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരുപാട് മനോഹരമായ സംഭവങ്ങളാണ് ഈ കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ വരികളിലൂടെ വായിച്ചെടുക്കാൻ പറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പഠിക്കാനും അതൊക്കെ ജീവിതത്തിൽ പിന്തുടരാനൊക്കെ നമുക്ക് ഒരുപാട് തൗഫീഖുകൾ നൽകുമാറാകട്ടെ. മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന മഹാഭാഗ്യമായി നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാത്രമല്ല കഅബയിലേക്ക് എത്താനും ഹജ്ജും ഉംറയൊക്കെ, പരിശുദ്ധമായ ഹജ്ജും ഉംറയൊക്കെ അത് സ്വീകരിക്കപ്പെടുന്ന തരത്തിൽ ചെയ്യാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ സീരീസിൻ്റെ വളരെ പരമപ്രധാനമായ ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. നുബൂവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബൂവത്ത് ഇറങ്ങുന്ന ഖദീജ ബീവിയും അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മനോഹരമായ ഒരുപാട് സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിന് ഭംഗിയായിട്ട് ഇത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.